ക്യാമറ ചേട്ടാ കുറച്ച് വൈകിട്ട് ചേട്ടാ കുറച്ചുകൂടെ അടുത്ത് കൊടുക്കും. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ നോക്കണേ. അല്ല, ഒരുപാട് സന്തോഷം. ഇതൊരു എല്ലാവരും അബീത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ജോൺ ലൂതറിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ലുക്കപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതൊരു ഫാൻറ്റസി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു. ചെയ്തിരിക്കുന്ന എല്ലാ പടങ്ങളും ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് ആണല്ലോ. ഇതിൽ നിന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ഈ പുതിയ പടത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടും ഇത് സ്ക്രിപ്റ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ് കോസ്മിക് സയൻസ്. അത് അബി നന്നായിട്ട് കൺവിൻസ് ചെയ്ത് നമ്മളോട് പറയുന്ന നന്നായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെയാണ് അബി. അപ്പം ഞാനും കാത്തിരിക്കുന്നു. ഇക്കോൻ്റെ ഒരു വലിയ വിജയത്തിന് ശേഷം ചെയ്യുന്ന പടം കൂടിയാണല്ലോ. അതിൻ്റെ ഒരു എത്രത്തോളം ഒരു ഭാരം താങ്കൾക്കുണ്ട് പ്രേക്ഷകർക്ക്? ഇല്ല, നമ്മൾ നേരത്തെ തൊട്ട് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ആദ്യം തൊട്ടേ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണല്ലോ കാര്യം. ഈ ഒരു ലവ് നമുക്ക് കിട്ടുന്ന ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന നമ്മൾ അങ്ങോട്ട് ഡിസപ്പോയിൻ്റ് ചെയ്യിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി എടുത്ത് സിനിമകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കി സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പടമാണല്ലോ ഇത്. കോമഡി ഏത് ജോണറിൽ വരും ഈ പടം? ഫാൻറ്റസിയാണ്. ഫാൻറ്റസി എൻ്റർടൈനറാണ് കൂടുതലും. എല്ലാ പ്രായം ഉള്ള എല്ലാവർക്കും, കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫൺ എൻ്റർടൈനർ ഫാൻറ്റസി സിനിമയായിട്ടാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രോഡ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്തതാണ്? അല്ല, ഇത് അബി ഒന്ന് ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്.
അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ കുറേ നാളായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് മലയാളത്തിൽ അധികം വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വർക്കാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്തായാലും. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അയ്യോ ബഡ്ജറ്റ് ഒന്നും എനിക്കറിയാം, അതൊക്കെ അവരോട് ചോദിക്കണം. ഫാൻസിനോട് എന്താണ് പറയുക? അല്ല, എല്ലാവരും ഹാപ്പി, ഒരുപാട് സന്തോഷം. എക്കോ ഇത്രയും നല്ലൊരു റിസപ്ഷനിലേക്ക് കൊണ്ടുവന്നത് അവരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇതും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഹാപ്പി ആക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. ബാക്കി വരാനിരിക്കും ചിത്രങ്ങൾ അനൗൺസ്മെൻറ്റ്സ് ആയിട്ടില്ല ഉടനെ. റിലീസിന് ഇല്ല, റിലീസ് ഒന്നുമില്ല. ഇനിയിപ്പം എക്കോ റിലീസിന് ശേഷം ഇപ്പം ഞാൻ ഇന്ന് എത്തിയുള്ളൂ പ്രൊമോഷൻസിന് ശേഷം. അപ്പം ജോയിൻ ചെയ്യുന്നത് ഇതിലേക്കാണ്. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. പുതിയ പടത്തിന് പോയി സന്തോഷം. നമുക്കെപ്പോഴും സിനിമ ഇഷ്ടമുള്ള ആളുകൾക്ക് ഓരോ പടങ്ങൾ വരുമ്പോഴും നമുക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാൻ മുമ്പിലൊരു വെളിച്ചം വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്നിപ്പം പൂജയൊക്കെ കഴിഞ്ഞു, ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങും. വളരെ സന്തോഷം, വളരെ നല്ലൊരു ടീമാണ്, വളരെ സന്തോഷം. എത്രത്തോളം ഈ സ്ക്രിപ്റ്റിലുള്ള എക്സൈറ്റ്മെന്റ് എത്രത്തോളം? നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ നറേഷൻ ഇതിൻ്റെ ഡയറക്ടർ അഭിജിത്ത് പറഞ്ഞ ആ ആക്ച്വലി ആ സിനിമയുടെ കഥ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഓക്കെ എന്ന് പറയാനുള്ളൊരു അങ്ങനെ സെറ്റായിരുന്നു ഞാൻ. കാരണം കേൾക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടമാവും. എന്തായാലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഏത് ജോണറിലുള്ള സിനിമയായിരിക്കും? അതൊരു ഫാൻറ്റസി മൂവിയാണ്. അത് ബാക്കി ഫാൻറ്റസി മൂവി അങ്ങനെ പറയാം. എക്കോ സന്ദീപ് മാത്രമല്ല, ആ ഫിലിം ഓവറോൾ ഭയങ്കര നല്ലൊരു മൂവിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, സന്ദീപിൻ്റെയും ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഫിലിമായിട്ട് വന്നതാണ് എക്കോ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ നല്ല കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും സന്ദീപ് കലക്കാൻ പോകുന്നൊരു പടമായിരിക്കും ഇത്. നന്നായിട്ട് വരും. സൂപ്പർ ഹീറോ മൂവികളൊക്കെ ചെയ്യുന്ന ഒരു മറ്റേ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഇതും പറയുന്നത് അത്തരത്തിലുള്ള ഒരു പടമാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? ഈ പടത്തിന് പറയാൻ പറ്റും, നമുക്ക് ഫാൻറ്റസി മൂവി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും പ്രൊഡക്ഷൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് വരും. താങ്ക് യു ചേട്ടാ. അപ്പോൾ പടത്തിൻ്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, അത് ഭയങ്കര സന്തോഷം. കുറേ നാൾക്ക് ശേഷമാണ്, ജോൺ ലൂതറിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് പടം വരുന്നത്. ഭയങ്കര സന്തോഷം. ജോൺ ലൂതർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനത്തെ ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന പടം. അല്ല, ജോൺ ലൂതർ ഒരു ത്രില്ലർ ബേസ് ആയിരുന്നു. ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇതൊരു ഫാന്റസി, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും കോസ്മിക് സാംസൺ. ഇപ്പോൾ ഇതിനകത്ത് നായകനായിട്ട് സന്ദീപാണ്. അപ്പോൾ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച നടനാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സിനിമ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ്. ഭയങ്കര സന്തോഷം. ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. പിന്നെ ഭയങ്കര വൈബുള്ള ഒരാളാണ് സന്ദീപ്. അതുകൊണ്ട് അവനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഏത് രീതിയിലുള്ള സന്ദീപിനെ ആയിരിക്കും ഇപ്പോഴത്തെ കാണാൻ കഴിയും? അത് ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഭയങ്കര രസമായിട്ട്, ഇതുവരെ കാണാത്തതല്ല, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ അറിയാം. മിയ ഉണ്ട്, പിന്നെ റിയ ജിത്തു ഉണ്ട്, മുകേഷ് ഏട്ടനുണ്ട്, പിന്നെ അനുരാജ് ഉണ്ട്, അൽതാഫ് കെ ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു പരിപാടിയാണ്. റിലീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇയർ 2026 ഇന്ന സമയം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല പരിപാടി. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ബിഗ് ബഡ്ജറ്റ് മൂവി അല്ല ബേസിക്കലി. പക്ഷെ എന്നാലും എന്താ പറയുക, അങ്ങനെ ബിഗ് ബഡ്ജറ്റ് ഭീകരൊരു പരിപാടി ആയിട്ടുള്ളൊരു സംഭവം അല്ല. കാരണം അതൊക്കെ പിന്നെ ടീസറും ട്രെയിലറൊക്കെ വരുമ്പോൾ നിങ്ങളാണല്ലോ ബേസിക്കലി പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അത് ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പൂജ കഴിഞ്ഞിരിക്കണം. ഈ ദിവസം എന്താണ് പറയുന്നത്? ഭയങ്കര സന്തോഷം. കുറേ കാലം വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ തുടങ്ങാൻ പോണു. സോ ഐ ആം ബ്ലെസ്ഡ്, ഹാപ്പി. സന്ദീപിന്റെ നായികയായിട്ടാണല്ലോ എത്തുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം? ഞാൻ ഏക്കോ കണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഫാൻഡം ലെവൽ മേലേക്ക് പോയി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കോ സ്റ്റാറിനെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. ഇതൊരു ഫാന്റസി മൂവി ആണല്ലോ. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു?
എനിക്ക് തോന്നുന്നു ആ നരേഷൻ കേട്ടപ്പോഴും ഫസ്റ്റ് സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചപ്പോഴും ഒരു 2 hours ഒക്കെ ഞാൻ ഇങ്ങനെ ബ്രീത്ത് എടുക്കാണ്ട് ഇങ്ങനെ പിന്നെ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി എക്സൈറ്റിങ്. കുറേ ഫണ്ണുണ്ട്, കുറേ ചിരിക്കാനുണ്ട്, കുറേ there's a lot of surprises. അപ്പോൾ എന്തായാലും ഐ എം വെരി എക്സൈറ്റഡ്. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡാ. പിന്നെ സെറ്റിൽ പോയി ഇത് തുടങ്ങാൻ എക്സൈറ്റഡാ. മൊത്തത്തിൽ എക്സൈറ്റഡ്. കഴിഞ്ഞിരിക്കണം ഈ നിമിഷം എന്താണ് പറയാൻ? സന്തോഷം. നമ്മുടെ അടുത്ത പ്രോജക്റ്റ് തുടങ്ങാൻ പോവാണല്ലോ. 15th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫാന്റസി മൂവിയാണെന്ന് പറഞ്ഞു. മിന്നൽ മുരളി പോലെ ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള പടം അങ്ങനെ അതുപോലെയെന്നല്ല, ഇത് ഒരു നമ്മൾ എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് പോലെ ഒരു വ്യത്യസ്തമായ ഒരു പടമായിരിക്കും. ആൾക്കാരെ നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്നായിട്ട് തുടരെ വിജയങ്ങൾ നേടിയ സന്ദീപാണ് ഈ ചിത്രത്തിൽ നായകനായിട്ടുള്ളത്. അത് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ആണ്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എക്കോ ഹിറ്റായപ്പോൾ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം നമ്മുടെ പ്രോജക്റ്റിൽ നെക്സ്റ്റ് സന്ദീപാണല്ലോ. അപ്പം ഡെഫിനറ്റ്ലി എത്രത്തോളം സ്ക്രിപ്റ്റിലുള്ള ഒരു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഹാപ്പിയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ അത് സ്ക്രീനിൽ നന്നായി വരണമല്ലോ. ഇതെല്ലാം എടുത്ത് നന്നായിട്ട് അങ്ങനെ വരണം. നന്നായി വരും. അതെ, ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. അതെ, എല്ലാം അറ്റ് ദി എൻഡ് ഓഡിയൻസ് ഇഷ്ടപ്പെടുക എന്നുള്ള. നമ്മൾ അങ്ങനെയായിരുന്നല്ലോ മിന്നൽ മുരളി. നമുക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നല്ലോ ഇതെങ്ങനെ ഓഡിയൻസ് ഏറ്റെടുക്കുമെന്ന്. പക്ഷെ അത് നന്നായി, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓഡിയൻസ് ഏറ്റെടുത്തു. അപ്പം അതുപോലെ ഈ മൂവിയിലും അതുപോലെ പ്രതീക്ഷയുണ്ട് നമുക്ക്. ഇതും വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടമായിരിക്കും? അല്ല, ഇത് സിനിമാറ്റിക് യൂണിവേഴ്സിലല്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ്. അളങ്കാവിൻ്റെ നല്ല സന്തോഷമാണ്. നല്ല വിജയമായല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ അതെ അല്ല, അത് സന്ദീപ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യണ കാലം തൊട്ട് ഞങ്ങൾ കൂട്ടുകാരാണ്. സന്ദീപ് അമ്മാതിരി അടുപ്പമുണ്ട്. ഇങ്ങനെ ഒരു പുതിയ ഒരാൾ കൂടി ഇങ്ങനെ നല്ല രീതിയിൽ കയറി വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഇൻസ്പിറേഷൻ അല്ലേ, നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിൽ ഭയങ്കര സന്തോഷം. ഡൈസിയറയ്ക്ക് ശേഷം ചേട്ടനും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാൻ? അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്, അതിപ്പോൾ കാണുന്നവർ പറയട്ടെ എന്നുള്ളതാണ്. പുതിയ പുതിയ പരിപാടികളുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട്, ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്രയേ ഉള്ളൂ. സന്ദീപിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എപ്പോഴും ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കിക്കാണുമ്പോൾ എങ്ങനെ ചേട്ടൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ? അത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള തീരുമാനങ്ങളാണ്, ഏത് സ്ക്രിപ്റ്റ് വേണം എന്ത് വേണം എന്നുള്ളത്. അതിപ്പോൾ എനിക്കതിൽ വേറെ കമൻസ് ഒന്നും ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ. നല്ലത് എപ്പോഴും തിരഞ്ഞെടുക്കട്ടെ, അത്രയേ ഉള്ളൂ. പടങ്ങളെല്ലാം നല്ല നല്ല രീതിക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പടം അടുത്തത് ബബ്ബയാണ് റിലീസ് ഉള്ളത്. പിന്നെ ഇപ്പം പാട്രിയറ്റിൽ ജോയിൻ ചെയ്തു. പിന്നെ ജൂഡ് ആൻ്റണി സാറിൻ്റെ പടം തുടക്കം, അതിൽ ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 കൂടി ഒരു വർഷമായി. അല്ല അങ്ങനെയല്ല, നമ്മൾ ഒരു ഭാഗമായിട്ട് നിന്ന് പോയിട്ടുണ്ട്. നല്ല 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 പ്രൊജക്റ്റുകളുടെ അത്യാവശ്യം നല്ലതായി തന്നെയായിരുന്നു എല്ലാം ചെയ്തു. ഇപ്പോൾ ഈ ഡൈസിയറയും കളങ്കാവൽ വരും ബബ്ബയും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ജോണറിൽ വരുന്ന അങ്ങനെ ഒരു പടമാണല്ലോ. അപ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ് ചെയ്തത്? അല്ല, അതൊരു ഔട്ട് ആൻഡ് ഔട്ട് നല്ലൊരു സിനിമയായിരിക്കും. എല്ലാവർക്കും ഇങ്ങനെ അങ്ങനെ ചെന്നിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ. ഒരു ദിലീപേട്ടൻ്റെ നല്ല ഗംഭീര പെർഫോമൻസാണ്. പിന്നെ ലാലേട്ടനുണ്ട്, അദ്ദേഹവും ഉള്ള സ്ഥലങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ആഘോഷ ചിത്രമായിരിക്കും. അതാണ്. ഓക്കെ, താങ്ക് യു.